ഞായറാഴ്ചയാണ്. നമുക്കിപ്പോൾ ഹരി പത്തനാപുരം കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഹരി, മോർണിംഗ്. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങൾ ഗുരുവായൂരെ കല്യാണ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസത്തിൽ ഇത്രയും പ്രാധാന്യം വരാൻ എന്തായിരിക്കും കാര്യം? പ്രത്യേകിച്ച് അവധി, ചിങ്ങമാസം, തിരുവോണം, ഡോക്ടർ അരുൺകുമാർ, ഇതിലിപ്പം ഈ ജ്യോതിഷപരമായി ഏറ്റവും മികച്ച മുഹൂർത്തം എന്ന് പറയാവുന്ന മുഹൂർത്തം ഇന്നല്ല. പക്ഷെ അതിലെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ഒരു വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് വരാൻ പറ്റുന്നത്, കുട്ടികൾക്ക് അവധി തുടങ്ങുന്നത്, പല ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണല്ലോ ഈ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ ഞായറാഴ്ചകൾ കൂടുതൽ പ്രിഫർ ചെയ്യും. അപ്പൊ ചിങ്ങമാസം നോക്കുമ്പോൾ തിരുവോണത്തോടടുത്ത് വരുന്ന ഒരു ഞായറാഴ്ചയാണ്. അപ്പൊ ബന്ധുമിത്രാദികൾക്കൊക്കെ വരാനും പങ്കുകൊള്ളാനും കഴിയും. പ്രത്യേകിച്ച് ലീവ് ഒന്നും എടുക്കാതെ ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി കഴിയും. അതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇന്ന് ശരിക്കും ഞാൻ തന്നെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 100-ന് മേളിൽ കല്യാണത്തിന് ഇന്നത്തെ ദിവസം മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. അത്രയേറെ. കാരണം ആളുകളുടെ അവരുടെ നീഡാണ്, അവരുടെ ആവശ്യമാണ്. ഒന്ന് അവധി വേണം, രണ്ട് ഇന്ന് കല്യാണം കൂടുതലാണ്, ഗുരുവായൂരിൽ മാത്രമല്ല. ഇന്ന് ഓഡിറ്റോറിയങ്ങൾ പോലും അവൈലബിൾ അല്ലാത്തൊരു ദിവസമാണ്. പലർക്കും ഓഡിറ്റോറിയം കിട്ടാതെ വന്നിട്ടുണ്ട്. ഗുരുവായൂർ മാത്രമല്ല ഇത്. ശരി, മൊത്തത്തിൽ ഇന്നത്തെ ദിവസം കല്യാണം ഒരുപാട് കൂടുതലാണ്. ഇന്ന് കല്യാണമുണ്ട്, ഗൃഹപ്രവേശമുണ്ട്. പൊതുവെ ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾക്ക് മുഹൂർത്തം. ജ്യോതിഷ സംബന്ധമായ ഒരു പ്രാധാന്യം മറ്റു ദിവസങ്ങളിൽ ഉള്ളതുപോലെ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മറ്റു മുഹൂർത്തങ്ങളിലുള്ള അത്ര വലിയ പ്രാധാന്യവും ഇന്നത്തെ മുഹൂർത്തത്തിന് കൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആവശ്യമാണ് പ്രധാനം എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അവർക്ക് നോക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളാണ്, അവധിയുണ്ട്, എല്ലാവർക്കും വരാൻ കഴിയും, അങ്ങനെയുള്ളൊരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ അതിന്. അല്ലാതെ ഏറ്റവും രാവിലെ 4 മണി മുതൽ കല്യാണം തുടങ്ങി. ഗുരുവായൂരിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക മുഹൂർത്തം ഇല്ല. ഗുരുവായൂരിൽ ഏത് സമയം മുഹൂർത്തമാണല്ലേ? ഇല്ലാതെ തീർച്ചയായിട്ടും നേരത്തെ ഒരു എനിക്കൊന്ന് പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടന്നപ്പോൾ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് മഹാക്ഷേത്രങ്ങളിൽ ഈ വിവാഹം എന്നല്ല ഏത് തരത്തിലുള്ള ചടങ്ങുകൾക്കും പ്രത്യേക മുഹൂർത്തം കുറിച്ച് കൊടുക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അന്നപ്രാശം, അതായത് ചോറൂണ് പോലുള്ള ചടങ്ങുകളൊക്കെ അവിടുത്തെ അവരുടെ ഒരു കൺവീനിയൻസ് നോക്കി നടത്താറുണ്ട്. അങ്ങനെയാണ് വിവാഹവും. മഹാക്ഷേത്രങ്ങളിൽ അങ്ങനെ എടുത്താൽ ആ സമയത്ത് നടക്കില്ല. ഇനി വളരെ ലൈറ്റായിട്ടൊരു ചോദ്യം ഹരി, ഈ 100ഓളം കല്യാണത്തിന് തീയതി കുറിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിലേതെങ്കിലും 1-2 പങ്കെടുക്കുമെന്ന്? രണ്ടുമല്ലോ, ഒരുപാട് കല്യാണത്തിന് പങ്കെടുക്കണം. അതിനെക്കാട്ടിൽ ഗൃഹപ്രവേശ ചടങ്ങാണ് ഞാൻ കൂടുതൽ ഇന്ന് പ്രിഫർ ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ കല്യാണ പരിപാടികൾ തുടങ്ങി അരുൺകുമാർ, വൈകിട്ടുമുണ്ട്. ഹരി, അരുൺകുമാറിന് ഇന്ന് കല്യാണം കാണുമല്ലോ. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, പോകാൻ കഴിയുന്നില്ല, ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ കല്യാണം. പോലുള്ള സെലിബ്രിറ്റി ചെല്ലണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കാണത്തില്ല. അയ്യോ, താങ്ക് യു ഹരി. അപ്പോൾ സന്തോഷം. അപ്പോൾ ഹരി പത്രാപുരമാണ് നമുക്കൊപ്പം ചേർന്നത്. ഹരി പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് കല്യാണം നടക്കുന്നുണ്ട്. ഗുരുവായൂരിൽ മാത്രമല്ലെന്നേ, ഇന്ന് ഒരുപാട് കല്യാണം നടക്കുന്ന ദിവസമാണ്. അതിന് പ്രത്യേകിച്ച് ജ്യോതിഷ സംബന്ധമായ ഒരു പ്രാധാന്യമൊന്നുമില്ല എന്നാണ് ഹരി പറയുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ചിങ്ങമാസമാണ്, അടുത്ത ആഴ്ച തിരുവോണമാണ്. അപ്പോൾ തിരുവോണത്തിന് 7 ദിവസം മുമ്പ് നാട്ടിലേക്കൊക്കെ ആൾക്കാർ ബന്ധുവീടുകൾ വരും കല്യാണം കുറിക്കുമ്പോൾ. ഇന്ന് കല്യാണം വേണം, ചിങ്ങമാസം, എന്നാൽ പിന്നെ തിരുവോണത്തിന് മുമ്പാവാം എന്ന് തീരുമാനിക്കും അല്ലേ? അമ്മമാർ, വിദേശത്ത് നിന്ന് ആളുകൾ വരാൻ, ബന്ധുക്കൾ വരാൻ ഒക്കെയുള്ളൊരു സൗകര്യം ഈ ചിങ്ങമാസത്തിലാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ആളുകൾ ഈ ദിവസം കുറിച്ചിരിക്കുന്നത്. 386 കല്യാണമാണ്. ഞാൻ ആ കല്യാണം നടക്കുമ്പോൾ നോക്കുമായിരുന്നു, എത്ര പ്രതീക്ഷയോട് കൂടിയായിരിക്കും അല്ലേ പുതിയ ജീവിതത്തിലേക്ക് അവർ കടക്കാൻ പോകുന്നത്. അവരുടെ വസ്ത്രങ്ങൾ, അവരണിഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ. 165 കല്യാണങ്ങൾ ഇതിനകം തന്നെ ഗുരുവായൂരിൽ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് തുടങ്ങിയ കല്യാണമേളത്തിൻ്റെ വാർത്താവിശേഷങ്ങളാണ് അഞ്ജലി ശ്രീജിത രാജ് പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചത്.